സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാനിവിടെ കൊണ്ടുവരുന്ന വിഷയമെന്ന് വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകാത്തതായ ആൾക്കാർ വളരെ അപൂർവം ഉണ്ടാവില്ല. വിശ്വാസികളാവാം, വിശ്വാസികളല്ലാത്തവരാവാം, എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. ബഹുഭൂരിപക്ഷം ആൾക്കാരും പോയിട്ടുണ്ടാകും. ഞാനിവിടെ പറയുന്നത്, ഒരു വിശ്വാസിയായ വ്യക്തി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത 11 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. പലരും ക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തിൽ പലതരത്തിലായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ഈ ഒരു അവസരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. 11 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പല ആൾക്കാരും പല തരത്തിലായിരിക്കും പോവുക. ഒന്നുകിൽ വാഹനത്തിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ കാൽനടയായിട്ട് പോകുന്നുണ്ടാവും. ഇങ്ങനെ പോകുന്ന അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടത്തോടു കൂടിയായിരിക്കാം. ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അനാവശ്യമായ ചിന്തകളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ക്ഷേത്രീയമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ചെയ്യുന്ന ക്ഷേത്ര ദർശനത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള ചിന്തകളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. പലരും വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കും, ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കും. പുരുഷന്മാരാണെങ്കിൽ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും കാമുകിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും. ജോലി സംബന്ധമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്ന കാര്യം വരെ ചിന്തിച്ചും കൊണ്ടായിരിക്കും പലരും പോകുന്നുണ്ടാവുക. ചില ആൾക്കാർ ഇന്നലെ കണ്ട സീരിയലിലെ കഥകളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതാണ്, അനാവശ്യമായ ചിന്തകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈശ്വരീയമായ ക്ഷേത്രീയമായ കാര്യങ്ങൾ ചിന്തിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. അപ്പോൾ കാര്യം 1 പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ ഒരു കാരണവശാലും വെറും കൈയോടുകൂടി പോകരുത്. കാരണം കൃത്യമായി പറഞ്ഞാൽ, കുട്ടികളെ കാണാൻ പോകുമ്പോഴും ഗുരു കാരണവന്മാരെ കാണാൻ പോകുമ്പോഴും അതുപോലെ തന്നെ മാതാപിതാക്കളെ കാണാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടെ പോകരുത്. അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾ കൊണ്ടുപോകണമെന്ന്. വെറും കൈയോടെ പോകരുത്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നത് നമ്മുടെ സന്തോഷത്തോടു കൂടിയല്ലേ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം നേടിയെടുക്കാനല്ലേ പോകുന്നത്. അപ്പോൾ കാര്യം നേടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കാഴ്ച വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. നാടുവാഴിയെ കാണാൻ പോകുമ്പോഴും ഇങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ. നാടുവാഴിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കാഴ്ച വെക്കും. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാർ പണം ഉണ്ടെങ്കിൽ ആ പണം കൊടുത്ത് അവിടെ എന്തെങ്കിലും വഴിപാട് രസീതോ കാര്യങ്ങളോ വാങ്ങിച്ച് നടയിലേക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു പിടി പൂക്കളെങ്കിലും തുളസിയെങ്കിലും പറിച്ചെടുത്ത് അത് ഇലയിലാക്കിയിട്ട് അത് കൊണ്ടു കൊടുത്താലും മതിയാകും. അപ്പോൾ വെറും കൈയോടുകൂടി നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുക. 2 കാര്യമായി. ഇനി മൂന്നാമത്തെ കാര്യം, മലിനമായിട്ടുള്ള ഒരു വസ്തുവും നമ്മുടെ കയ്യിലുണ്ടാവരുത്, ശരീരത്തിലുണ്ടാവരുത്. ചിലപ്പോൾ കുളിച്ച് ശുദ്ധിയായിട്ടുണ്ടാവാം, പക്ഷേ ഇന്നലെ ധരിച്ച വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രത്തിൽ മേൽവസ്ത്രമുണ്ടാവും, ചിലപ്പോൾ അടിവസ്ത്രം ഇന്നലത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അടിവസ്ത്രമുണ്ടാവും മേൽവസ്ത്രത്തിൽ ഏതെങ്കിലും പഴയതാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ
മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ടൗണിലേക്ക് പോകുമ്പോഴും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുള്ള പല സാധനങ്ങൾ പോക്കറ്റിലുണ്ടാകും, ചിലപ്പോൾ പേഴ്സിലുണ്ടാകും, ചിലപ്പോൾ ഇത്യാദി വസ്തുക്കളൊന്നും എടുത്തുകൊണ്ട് നമ്മൾ മലീമസമായിട്ടുള്ള ഒരു വസ്തുക്കൾ എടുത്തുകൊണ്ടും എവിടെ പോകാൻ പാടില്ല? ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണെന്നറിയോ? ആ പണമോ, അവിടെ കൊടുക്കുന്ന പണമുണ്ടല്ലോ ക്ഷേത്രത്തിൽ കൊടുക്കുന്നേ, അത് ചിലപ്പോൾ മീൻകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ മോശമായ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതായിരിക്കില്ലേ? അപ്പോൾ അത് മലീമസമല്ലേ? അതിന് അശുദ്ധിയുണ്ടോ എന്ന് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞത്, പണം കൊടുക്കണമെന്ന് ഒരു നിയമവുമില്ല. ക്ഷേത്രത്തിൽ പണം കൊടുക്കണമെന്ന് എന്താ നിയമമുണ്ടോ? ഒരു നിയമവുമില്ല. അപ്പോൾ അതെന്താ? ഭഗവാന് കൊടുക്കാനുള്ളത് വഴിപാടുകളാണ്. നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന നേർച്ചകൾ, അല്ലെങ്കിൽ ഭഗവാന് സന്തോഷിച്ചുകൊണ്ട് പായസങ്ങളോ മറ്റെന്തെങ്കിലും നിവേദ്യങ്ങളോ ആണ് നമ്മൾ കൊടുക്കുന്നത്. പണം ഭഗവാന് വേണ്ട. ഭഗവാന് പണം വേണോ? വേണ്ട. അപ്പോഴെന്താണ്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭഗവാന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ തന്നെ ഒരു ഭണ്ഡാരമുണ്ടാവും. ആ ഭണ്ഡാരത്തിലൊക്കെ അങ്ങോട്ടിടാം. ഈ കാര്യങ്ങൾ പറയുന്ന പൂജാരിമാർ ഇത് വാങ്ങിക്കില്ലേ? കൊടുത്താൽ വാങ്ങിക്കും. പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവസരത്തിൽ പരമാവധി ശുദ്ധിയുള്ള തന്നെ കൊടുക്കാൻ നോക്കുക. കാരണം നമ്മളായിട്ടൊരു തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പല ആൾക്കാരും കൈമാറി വന്ന സാധനമായിരിക്കും, എന്നാലും ഇത് ശുദ്ധമാക്കുന്നതിന് ഒരു പണിയുമില്ല കേട്ടോ. പലരും അന്ധവിശ്വാസം എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ നമ്മൾ പലതരത്തിലും അശുദ്ധിയാകാറുണ്ടല്ലോ. വീട്ടിലെ പല വസ്തുക്കളും നമ്മൾ എങ്ങനെയാണ് ശുദ്ധി ചെയ്യാറ്? ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തീർത്ഥം തളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശുദ്ധിയായി വരും. നിങ്ങൾ പല ഭാഗത്തു നിന്നും പറിച്ചു കൊണ്ടുവരുന്ന പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ. പല സ്ഥലത്തും അശുദ്ധമായ സ്ഥലത്തായിരിക്കാം, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പൂജാരി ഒരു തീർത്ഥം തളിച്ച് ശുദ്ധമാക്കിയിട്ടാണ് അത് കൊണ്ടുപോകുക, അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ക്ഷേത്രത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ എന്തായാലും നിങ്ങൾക്ക് തന്നെ അത് തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കിയിട്ട് കൊടുക്കുന്നതാണ് ഉത്തമം എന്നർത്ഥം. അത് പണമായാലും വേണ്ടില്ല, പഴമായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. അപ്പോൾ മലീമസമായ ഒരു വസ്തുവും അവിടെ സമർപ്പിക്കരുത്, ക്ഷേത്രത്തിൽ കൊണ്ടുപോകരുത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നാലാമത്തത്, ധൃതി പിടിച്ചിട്ട് ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്തരുത്. ചില ആൾക്കാർ വരുന്ന ധാ വന്നു ദേ പോയി, അങ്ങനെയാണ്. ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഓട്ടിച്ചാടി വന്ന് വേഗം തൊഴുത് ഭഗവാനോട്ട് എല്ലാം ഇതായി നടത്തെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓരോ ചവിട്ടിൻ്റെ ഇതില്ല, വളരെ സ്പീഡിൽ ചവിട്ടുമ്പോൾ ഭൂമി കുലുങ്ങും. ചിലപ്പോൾ ഉള്ളിലുള്ള ബിംബം പോലും കുലുങ്ങുന്ന വിധത്തിലാണ് ആ ആലമ്പലത്തിലൊക്കെ പ്രദർശനം വെച്ചിട്ട് പെട്ടെന്ന് പോകുന്നത്. ആരോട് സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. എന്തോ ആരോ ഓടിച്ചിട്ട് വിട്ടതുപോലെയാണ്, പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ധൃതി പിടിച്ചിട്ട് ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്തരുത്. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ സാവധാനത്തിൽ വേണം ക്ഷേത്ര പ്രദക്ഷിണം വെക്കാനും. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ദേവിമാരടുത്തും ഉപദേവന്മാരടുത്തും ദേവന്മാരടുത്തും എല്ലാവരിടത്തും സാവധാനത്തിൽ മന്ത്രാക്ഷരങ്ങൾ ജപിച്ചും കൊണ്ട് വേണം എല്ലാ സ്ഥലത്തും പോയിട്ട് തൊഴുത് ഏറ്റവും അവസാനം ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ടൊന്നും അവിടത്തേക്ക് വന്നിട്ട് കാര്യമില്ല. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ, അത് പെട്ടെന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോൾ അതാകും, താമസിച്ച് പോയാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും എന്ന ചിന്തയോടുകൂടിയ ചില ആൾക്കാരെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ശരിയല്ല. അപ്പോൾ ധൃതി പിടിച്ചിട്ടല്ല. ചില ആൾക്കാരോ കുട്ടിയെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയിട്ടുണ്ടാവും. കുട്ടി ഞെട്ടി ഉണരുന്നതിന് മുന്നായിട്ട് എനിക്ക് അവിടെ എത്തണമെന്ന് കരുതി ഓടി വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ക്ഷേത്രത്തിൽ വരണമെന്നില്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോഴെന്ന് വേണം ഒരു മനസ്സിനൊരു സമാധാനത്തോടു കൂടി, ഒരു അല്ലലില്ലാതെ തിരക്ക് പിടിക്കാതെ ശാന്തമായ മനസ്സോടുകൂടി വന്ന് ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റണം. അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടൊരിക്കലും ക്ഷേത്ര ദർശനം നടത്തരുത് എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ കാര്യം, ആഹാരം കഴിഞ്ഞ ഉടനെ ക്ഷേത്ര ദർശനം നടത്തരുത്. കാരണം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കുളിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. എന്ന് വെച്ചാൽ ആഹാരം കഴിച്ച് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് പറയുന്നത്. ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നാണ്. അപ്പോൾ കുളിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നേരെ ക്ഷേത്രത്തിൽ പോയി തൊഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്താ, നമ്മുടെ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അശുദ്ധമായ രീതിയിൽ ആയി എന്നർത്ഥം.
കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരാൻ. അപ്പോൾ കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഏമ്പൊക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരരുത്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുവാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. നിങ്ങൾ കഴിച്ച ഭക്ഷണം പലതും ആയിരിക്കാം, മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ. അപ്പോൾ അത് ദഹിക്കാനുള്ളൊരു സമയം കൊടുക്കണം. എന്നിട്ട് ദഹിച്ചതിന് ശേഷം കുളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ. കുളി കഴിഞ്ഞ ഉടനെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശരിയായ കാര്യമല്ല എന്നർത്ഥം. കുളി കഴിഞ്ഞ ഉടനെയല്ല, ഞാൻ അത് തെറ്റിപ്പോയി. ആഹാരം കഴിച്ച ഉടനെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശരിയായ നടപടിയല്ല. ഇനിയോ ആറാമത്തത്, ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന അവസരത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ദേവൻ്റെ ഐതിഹ്യവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. ഇല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിൽ ഒരു കാര്യമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ, അവിടുത്തെ ഭഗവാൻ ഏതാണ്? ഉണ്ണിക്കണ്ണനാണോ, ശ്രീകൃഷ്ണനാണോ, വേണുഗോപാലനാണോ, അല്ലെങ്കിൽ രൗദ്രഭാവാണോ, സൗമ്യഭാവാണോ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മൾ അറിയണ്ടേ, ചരിത്രം നമ്മൾ അറിയണ്ടേ. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എവിടെയാണ് തൊഴേണ്ടത്, എങ്ങനെയാണ് തൊഴേണ്ടത്, അവിടെ തൊഴുതാൽ എന്താണ് ഗുണം, അവിടുത്തെ ഭഗവാന് ഇന്നതായിരിക്കും അവിടുത്തെ വഴിപാട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ച് അറിയണം. എത്ര പേർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലുള്ള മുഴുവൻ വഴിപാടുകളുടെ കാര്യം അറിയാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ബോക്സിലിടും, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വഴിപാടുകൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം വിവാഹം കഴിയാത്ത ആൾക്കാർക്ക് വിവാഹം കഴിക്കുന്നതിന് കഴിയാൻ വളരെ പെട്ടെന്ന് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് സ്വയംവര പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അവിടെ ഇരുന്നിട്ട് അവരാ പൂജ നടത്തിക്കഴിഞ്ഞാൽ സന്ധ്യാസമയത്താണ് പത്മമിട്ട് ചെയ്യുന്ന പൂജ. അതിനടുത്ത് ഈ കക്ഷി ഇരിക്കും, പുരുഷനായാലും സ്ത്രീ ആയാലും. അവിടെ ഇരുന്നിട്ട് ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ കല്യാണം ഉറപ്പാണ്. എത്രയോ ആൾക്കാരുടെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്രയോ ആൾക്കാർ അവിടെ പോയിട്ട് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ആൾക്കാർ, ആ മക്കളില്ലാണ്ട് പല സ്ഥലത്തും പല വഴിപാടും നടത്തിയിട്ടും മക്കളില്ലാത്തപ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രം, വെള്ളിയാഴ്ച ദിവസം മാത്രം നട തുറക്കുന്നത്. ആ ക്ഷേത്രത്തിൽ പോയിട്ട് രാമായണത്തിലെ മുദ്രകാമിഷ്ടി യാഗത്തെ അനുസ്മരിപ്പിക്കുമ്പോഴുള്ള സന്താന ഗോപാല മന്ത്രം അല്ലെ സന്താന ഗോപാല ഹോമം എന്ന് പറയുന്നൊരു ഹോമമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പെട്ടെന്ന് കുട്ടികളാവും. അവർ ഇന്നലെ നമുക്ക് ഈ ഹോമം കഴിച്ചതിന് ശേഷം ഒരു പ്രസാദം തരും, ഒരു വഴിപാട് പ്രസാദം തരും. ആ പ്രസാദം 41 ദിവസം കഴിക്കണം. അപ്പോൾ കഴിക്കുമ്പോഴേക്ക് അവരുടെ ഇതൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡോക്ടർമാർ ഇവർക്ക് യാതൊരുവിധ തകരാറുമില്ല എന്ന് പറഞ്ഞ് തള്ളിയത് മാത്രം. മരുന്ന് കഴിച്ചിട്ട് ഗുണമില്ല, വേറെ അസുഖമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പാണ് ഇവിടുത്തെ കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും അവിടുത്തെ വഴിപാട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അവിടുത്തെ ദേവൻ ആരാണ്, ദേവൻ്റെ ചരിത്രം എന്താണ്. ചില ആൾക്കാർക്ക് അവിടെ ദേവനാണോ ദേവിയാണോ ബാലരൂപമാണോ ഒന്നും അറിയില്ല. അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അവിടെ തൊഴേണ്ട വിധം മനസ്സിലാവും. ഏത് സമയത്താണ് പോയാലാണ് ഏറ്റവും നല്ല പ്രാധാന്യമുള്ളത്. ഓരോ ദേവൻ്റെ ക്ഷേത്രത്തിൽ ഓരോ സമയത്തും ഓരോ പ്രത്യേകതയുണ്ട്. ചോറ്റാനിക്കരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമയത്തും വിവിധ ഭാവങ്ങളാണ്. സരസ്വതി ദേവി ഇരിക്കുന്ന ഉള്ള സമയമുണ്ട്, മഹാലക്ഷ്മി ഇരിക്കുന്ന സമയമുണ്ട്, പരാശക്തിയായിട്ടുള്ള പരമേശ്വരി ഇരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ 3 ഭാവങ്ങളിൽ 3 സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഒരേ ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത ഭാവത്തിൽ. അപ്പോൾ അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ ചരിത്രവും ഐതിഹ്യവും മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കിയവരാണെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇനിയോ 7ാമത് എന്താണെന്ന് വെച്ചാൽ ശ്രീകോവിലിന് മുൻപിൽ എത്തിയ ഉടനെ കണ്ണടച്ചു തൊഴരുത്. എൻ്റെ ഭഗവാനെ, എല്ലാ കാലത്തും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇതെന്താ ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്നൊരു സംശയം വരില്ലേ? പിന്നെ എങ്ങനെയാണ് തൊഴേണ്ടത് എന്നൊരു സംശയം വരില്ലേ? നോക്കൂ, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ എവിടുന്നാ? ചിലപ്പോൾ എരുമേലി മുതൽ 52 കിലോമീറ്ററോളം കാൽനടയായി നടന്ന് കാനനത്തിലൂടെ നടന്ന് എന്നിട്ടോ കരിമലയും അഴുതാമലയും നീലിമലയും ഒക്കെ താണ്ടിയിട്ട്
അല്ലെങ്കിൽ പമ്പയിലൂടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ആ പമ്പയിൽ കുളിച്ച് നീലിമല കഴിഞ്ഞ് അങ്ങനെ ആ 4-5 കിലോമീറ്ററോളം നടന്നിട്ട് ആ സന്നിധാനത്തെത്തി 18-ാം പടി കയറി തിക്കും തിരക്കും ഇടിയും ഒക്കെ നടത്തി അവസാനം ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയിട്ട് എന്താ ചെയ്യുന്നറിയാം? ഒരൊറ്റ കണ്ണടക്കലാണ്. സ്വാമിയേ ശരണമയ്യപ്പ കണ്ണടച്ചു. ആ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിച്ച് കണ്ണടക്കലും ഉടനെ പോലീസുകാരോട് തള്ളലും അങ്ങോട്ട് പോയി. എന്നിട്ട് പറയും, അയ്യോ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല, ഞാൻ നോക്കുമ്പോഴേക്ക് അതിനെ പിടിച്ച് തള്ളി. എവിടെയാ പറ്റുക? നിങ്ങൾ കണ്ണടക്കാനല്ല വേണ്ടത്, നിങ്ങൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്നിട്ട് എന്ത് വേണം? കണ്ണു തുറന്ന് നോക്കണം ആ കോമള രൂപത്തിനെ. ഏത് രൂപമായാലും വിശദമായിട്ട് കണ്ണു തുറന്ന് കാണണം. നമ്മൾ ക്ഷേത്ര ദർശനം എന്നല്ലേ പറയുന്നത്, ഭഗവാനെ കാണാനെന്നല്ലേ പറയുന്നത്. ഭഗവാനെ കാണുമ്പോൾ കണ്ണടക്കാനാണോ നമ്മൾ പോകുന്നത്? അപ്പോൾ കണ്ണടക്കാതെ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് ആ ഭഗവാനെ കാണണം എന്നർത്ഥം. എന്നിട്ടോ അതിനുശേഷം വേണം നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങാൻ. പ്രധാനമായും ചിന്തിക്കേണ്ടത്. ഇനി എട്ടാമത്തെ കാര്യം വെച്ചാൽ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ മറ്റെവിടെയെങ്കിലും ശാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ളതാണ്. എന്താ ഇരിക്കാൻ വേണ്ടി പറയാൻ കാരണം അറിയോ? നിങ്ങൾ നേരത്തെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി കണ്ണു തുറന്നു നോക്കിയില്ലേ ഒരു കോമള രൂപത്തിനെ? ആ കോമള രൂപത്തിനെ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കമലത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ താമര ഇതളിൽ നിങ്ങൾക്ക് ആ ദേവനെ കാണാൻ പറ്റുന്നുണ്ടോ, ആ ദേവിയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ കണ്ണടച്ചിട്ട് നിങ്ങൾ ഹൃദയത്തിനുള്ളിലേക്ക് കാണാം. ഒരു 5 മിനിറ്റ് നേരം. അതാണ് ശരിയായ ദർശനം. നേരത്തെ കണ്ണു തുറന്ന് കണ്ടത് ഇപ്പോൾ കണ്ണടച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കാണാൻ കഴിയണം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് ക്ഷേത്രത്തിലിരിക്കുക. ക്ഷേത്ര ദർശനത്തിനൊരു പൂർണ്ണതയ്ക്ക് അത് അത്യാവശ്യമാണ് എന്നർത്ഥം. ഇനി 9ാമത്തത്, വഴിപാട് നടത്തുന്ന ആൾക്കാർ വഴിപാടിൻ്റെ ഗുണമറിയാതെ ഒരു വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല. ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും വഴിപാടിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പറയും അവിടെ പോയി കഴിഞ്ഞ് ഇന്ന ഇത് ചെയ്തോളൂ മറ്റൊന്നോ ചെയ്തോളൂ എന്നൊക്കെ പറയും. ഐക്കമത്യ സൂക്താർച്ചന എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. ഐക്കമത്യ സൂക്താർച്ചന എന്താണിത്? കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും പിതാക്കന്മാർ ഇവരൊക്കെ തമ്മിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് ഐക്കമത്യ സൂക്താർച്ചന എന്ന് പറയുന്ന ഒരു അർച്ചന. ഐക്യമത്യ സൂക്തം എന്ന് പറഞ്ഞാലും മതി. അത് നമ്മൾ അവിടെ ജപിച്ച് ആ പൂജാരി ജപിച്ച് നമുക്ക് അർച്ചന പ്രസാദം തരുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കണം, ഈ പ്രസാദം അല്ലെങ്കിൽ ഈ വഴിപാട് കഴിച്ചാൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം ആ വഴിപാട് കഴിക്കാൻ. അപ്പോൾ വഴിപാട് കഴിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞിരിക്കണം. വിദ്യാഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്ന ഒരു അർച്ചനയുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് പഠനത്തിൽ അവരുടെ ഐശ്വര്യത്തിന് അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന. അതറിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടത് ചെയ്യിക്കാം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യിക്കാം. കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഏറ്റവും നല്ല വഴിപാടാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ക്ഷീരധാരി ഉണ്ടാവും, ചില ജലധാരിയൊക്കെ ഉണ്ടാവും. എന്തിനാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാവും. പൊട്ടിത്തെറിച്ച് വർത്താനം പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് അവരുടെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ മുൻകോപിയായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ കഴിക്കണം. രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ കഴിക്കണം. അവരുടെ ഈ ശിവലിംഗത്തിലൊക്കെയാണ് കൂടുതൽ ഇത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരുടെ ശരീരത്തെ തണുപ്പിക്കാനും അവരുടെ മനസ്സിനെ ശാന്തമാക്കാനുമുള്ളതാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും വഴിപാടിൻ്റെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ വഴിപാടിൻ്റെയും പ്രത്യേകത അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പലരും അത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് പുറകിലെ നോക്കുക. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓരോ വഴിപാടിൻ്റെയും പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. അല്ലാതെ വെറുതെ ക്ഷേത്രത്തിൽ പോയിട്ട് നീ എന്താടോ കഴിക്കുന്നത്, ഞാൻ പുഷ്പാഞ്ജലി എന്നാൽ എനക്കും ഒരു പുഷ്പാഞ്ജലി. എന്തിനാ പുഷ്പാഞ്ജലി കഴിക്കുന്ന അറിയില്ല. നിങ്ങളെന്താ കഴിക്കുന്നത്, ഞാനൊരു പായസം, എന്തിനാ പായസം കഴിക്കുന്നത് അറിയില്ല എന്ന് പിന്നെ എനക്കും കിടക്കട്ടെ ഒരു പായസം. അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഡോക്ടറത്തെ നമ്മൾ പോകുന്നതിരിക്കട്ടെ, ഡോക്ടറത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും എന്താ രോഗം. അപ്പോൾ അവർ പറയും എനിക്ക് ഒരു ചർമ്മരോഗമാണ്, അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വല്ലാണ്ട് ചൊറിച്ചിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത ആൾ പറയും എനിക്കും ചൊറിച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ചിലപ്പോൾ ഇദ്ദേഹത്തിന് വയറുവേദനയായിരിക്കാം, പനിയായിരിക്കാം, തൊണ്ടവേദനയായിരിക്കാം. അപ്പോൾ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർക്കും ഓരോ ദുഃഖങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മരുന്നാണ് അവിടെ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അത് ഇനി 10ാമത്തത്, കുളി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. പലരും ചെയ്യാറുണ്ട്, മുടി ഇങ്ങനെ മൊത്തമായിട്ട് അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ പ്രദർശനം വെക്കുന്നത് തെറ്റ്. എന്തേ അങ്ങനെ തെറ്റെന്ന് പറയാൻ കാരണം? നമുക്ക് എപ്പോഴും യുക്തിപൂർവ്വം ചോദിക്കണം കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറ്റി നമ്മൾ വിശ്വസിക്കരുത്. എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ യുക്തിപൂർവ്വം ചോദിക്കണം, എന്താണ് അത്, കാരണം എന്താ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് ഒരു തരത്തിലുള്ള വിസർജ്യ വസ്തുക്കളും വീഴാൻ പാടില്ല എന്നാണ്. വിസർജ്യ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന എല്ലാം വിസർജ്യമാണ്. അപ്പോഴെന്തായി, മലം, മൂത്രം, ഛർദിൽ, തുപ്പൽ, വേർപ്പ്, മുടി, രക്തം എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈ മുടി താഴെ വീഴരുത്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നല്ലോ, പല ആൾക്കാർ കുളി കഴിഞ്ഞ ഉടൻ തന്നെ മുടിയുടെ അറ്റം ഒന്ന് കൂട്ടിക്കെട്ടും. എന്തുകൊണ്ടാണ്? മുടി ഉതിർന്ന് വീഴാതെ ഈ കെട്ടിൽ അവിടെ നിൽക്കും, താഴെ വീഴാതിരിക്കാൻ. അപ്പോൾ അറ്റമെങ്കിലും ഒന്ന് കൂട്ടിക്കെട്ടണം എന്നർത്ഥം, മുടി താഴെ വീഴാതിരിക്കാൻ വേണ്ടി. അതാണ് മുടി അഴിച്ചിട്ട് നടക്കുന്നത്. ഇങ്ങനെ 4 ഭാഗം ഇങ്ങനെ ചെതറിക്കിടക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. അത് മുടി നിരവധി അവിടെ വീഴാനും, അത് ക്ഷേത്രാചാര വിധി പ്രകാരം അത് ദോഷമായതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. 11ാമത്തത്, നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശബ്ദങ്ങളുണ്ടാവില്ലേ? ഈ ശബ്ദം എന്ന് പറയുന്നത് നാമജപത്തിന് വേണ്ടി മാത്രം, മറ്റൊരു കാര്യത്തിനും നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത്. ക്ഷേത്ര പ്രദക്ഷിണം വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 100% മറ്റൊരു അപശബ്ദവും ഉണ്ടാകാൻ പാടില്ല. എന്താ വേണ്ടത്? നാമജപം മാത്രം. ആ ദേവൻ്റെതോ ആ ദേവൻ്റെത് അല്ലെങ്കിൽ ഇഷ്ടദേവൻ്റെതോ ആയിട്ടുള്ള നാമം ജപിക്കാം. ശിവക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. ഞാനൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ആ ശിവനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഇനി വിഷ്ണുവിൻ്റെ നാമം ജപിച്ചാൽ ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആ തരത്തിൽ ഇനി ദേവീ ഭക്തനാണെങ്കിൽ നമ്മൾ ദേവീ നാമം ജപിച്ചിട്ടായാലും നമ്മളിങ്ങനെ അതിന് ഇതല്ലാതെ മറ്റൊന്നും ഉണ്ടാകുമ്പോൾ പ്രദക്ഷിണം വെക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശബ്ദം ഉയർത്തിയിട്ടില്ല. പലരും ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ, 2 സ്ത്രീകൾ തമ്മിൽ നടന്നു പോവുകയാണ്. അതിൽ ഒരു സ്ത്രീ പറയുന്നത് എന്താ വെച്ചാൽ, സ്വന്തം ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റങ്ങളാണ് മറ്റേ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരാണെങ്കിൽ അടുത്ത ഭാഗം കേൾക്കാനുള്ള ത്വരയോടുകൂടി ഇങ്ങനെ വായും തുറന്ന് പിടിച്ചിരിക്കുക, അടുത്തത് വരട്ടെ 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 എന്ന് വെച്ചിട്ട്. അവർ പറഞ്ഞു കൊടുക്കുന്ന, മറ്റവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? സ്വന്തം ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റങ്ങൾ ഓരോന്ന്. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇതൊക്കെ പറയും. ഇത് ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുക. എന്തിനാ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യം? എന്തെങ്കിലും ഗുണമുണ്ടോ? അവിടെ പോയിട്ട് ഈ പരദൂഷണ കേൾക്കുന്നത്. എന്താ അതിനെ കൊണ്ട് ഒരു ഗുണമുള്ളത്? ഒരു ഗുണവുമില്ല. മാത്രമല്ല മറ്റു ചിലർ പറയുന്നത് എന്താണെന്നറിയോ, മകൻ്റെ ഭാര്യയുടെ കുറ്റം. ആ പെണ്ണ് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിയത് മുതൽ എൻ്റെ കുടുംബത്തിന് കാലക്കേട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് കേൾക്കാനും ചെവിയും വായും കൂർപ്പിച്ചുകൊണ്ട് കുറേ എണ്ണം പുറകെ. എന്തെങ്കിലും കാര്യമുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട്? മനസ്സിനും ശരീരത്തിനും ഒക്കെ ആനന്ദമുണ്ടാകാൻ വേണ്ടി, ഭക്തിയുടെ ആത്മീയതയിലൂടെ നമുക്ക് ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. മറ്റു ചിലരെന്നറിയാം, ഇത് രണ്ടുമല്ല പറയുന്നത്. എന്താണ്? TV സീരിയലിലെ കഥ. കാരണം തൊട്ടടുത്ത ആളെ വീട്ടിൽ കറണ്ട് പോയിനി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല, ആ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ക്ഷേത്രത്തിൽ എവിടെ തൊഴുതു, എവിടെയൊക്കെ ചവിട്ടി, അല്ലെങ്കിൽ എവിടെയൊക്കെ തൊഴുതു, എന്തൊക്കെ വാങ്ങിച്ചു, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഈ പ്രദർശനം വെച്ചിട്ട് നേരെ പ്രസാദം പോലും വാങ്ങാണ്ട്, ഭഗവാനെ പോലും തൊടാണ്ട് നേരെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം എന്താ? ഈ കഥയിലാണ് ഉള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ക്ഷേത്ര പ്രദർശനം വെക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാലും വെളിയിലായാലും നാമജപത്തിനല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? താഴെ നിങ്ങൾക്ക് കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ തൊട്ട് കൊടുക്കുക. അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ എനിക്കറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, ടെൻഷൻ അടിക്കേണ്ട. താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക, മതി. ഇനി ഞാനിവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.